ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ജീവിതത്തിലെ എല്ലാ ഭാഗങ്ങളിലും നിയ്യത്തുണ്ടാവുക എന്ന വിഷയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ മഹാനായ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ചുള്ള അവരുടെ ഹജ്ജത്തുൽ വദായിൽ വന്നിട്ട് അദ്ദേഹം രോഗിയായപ്പോൾ റസൂലുള്ളാഹിയുമായി നടത്തിയ നബിതങ്ങൾ സന്ദർശിച്ച സമയത്തുള്ള ആ ചില സംഭാഷണങ്ങളാണ്. അതിൽ നിയ്യത്തിൻ്റെ വലിയ വിഷയം പ്രതിപാദിക്കുന്നതുകൊണ്ടാണ് ഈ ഹദീസ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചത് റസൂലുള്ളാഹി അവരെ സന്ദർശിക്കാൻ വന്നു. അപ്പോൾ അദ്ദേഹത്തിന് നല്ല മുതലുണ്ട്. അപ്പോൾ ആ മുതൽ അനന്തരം എടുക്കാൻ ഒരു മകളേ ഉള്ളൂ. ഈ സഅദ് റളിയല്ലാഹുവിൻ്റെ ഈ സമയത്ത് ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ പേര് ആയിഷ എന്നായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് മക്കളുണ്ടായിട്ടുണ്ട് കേട്ടോ. റസൂലുള്ളാഹിനോട് ഈ രോഗം മൂർച്ഛിച്ച സമയത്ത് ഒരു മകളേ ഉള്ളൂ അനന്തരാവകാശിയായിട്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? അപ്പോൾ ബാക്കി മുതലുകൾ എന്ത് ചെയ്യണം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പറയുന്നു. പക്ഷെ ആ സമയത്തൊരു മകളെ ഉള്ളെങ്കിലും പിന്നീട് ഒരുപാട് കാലം സഅദ് റളിയല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. അവിടെ നബിതങ്ങളെ മോചിതത്തുണ്ട്. ഞാൻ പറയാം, ഇതിൽ വരും അതൊക്കെ. അപ്പോൾ ആ സമയത്തൊരു മകളെ ഉള്ളൂ എന്ന് ചുരുക്കം. ഞാൻ ആ ഹദീസിനെ വായിച്ച് ഞാൻ വിശദീകരിക്കട്ടോ. അപ്പോൾ പറയണത് എന്താണ്? വഅന ദൂ മാലിൻ വല യരിസുനി ഇല്ലാ ഇബ്നത്തുല്ലി. ഞാൻ സമ്പന്നനാണ്, എന്നെ അനന്തരമെടുക്കാൻ എൻ്റെ മകളെ ഉള്ളൂ. എന്നിട്ട് ചോദിക്കാണ്, അഫ അത്തസദ്ദഖു ബിസുലിസൈ മാലി. അതാ ചോദിക്കണേ. അതുകൊണ്ട് എൻ്റെ മുതലിൻ്റെ 2/3 കൊണ്ട് ഞാൻ മുതലിന് 2/3 ഞാൻ എന്ത് ചെയ്യട്ടെ? സ്വതക്ക കൊടുക്കട്ടെ എന്നെന്ത് ചെയ്തു? അദ്ദേഹം നബിതങ്ങളോട് ചോദിക്കണം. അപ്പം രോഗം മൂർച്ഛിച്ച സമയത്ത്, കാരണം എന്താണ്, ആ സമയത്ത് റസൂലുള്ളാഹി ചോദിക്കണം, എൻ്റെ മുതലിൻ്റെ 2/3 ഞാൻ എന്ത് ചെയ്യട്ടെ? സ്വതക്ക കൊടുക്കട്ടെ എന്ന്. കാരണം എന്താണ്? അതുകൊണ്ട് ആ മുതൽ കൊണ്ട് എനിക്ക് പാരത്രികമായി എന്ത് കിട്ടും? ഒരുപാട് ഗുണങ്ങൾ കിട്ടും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യും? എൻ്റെ മുതലിൻ്റെ 2/3 വലിയൊരു ഭാഗമായല്ലോ. അതുകൊണ്ട് ഞാൻ സ്വതക്ക കൊടുക്കട്ടെ നബിയെ എന്ന്. സ്വതക്ക കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നത് സ്വതക്ക കൊണ്ട് വസിയത്ത് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഒരാൾക്ക് മരിക്കാൻ നേരത്ത് രോഗം മൂർച്ഛിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? തൻ്റെ മുതലുകൾ എന്തൊക്കെ ചെയ്യണമെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വസിയത്ത് എഴുതി വെക്കാം. ആ വസിയത്ത് എന്ത് ചെയ്യാം? ബാക്കിയുള്ളവർ നിർവഹിക്കൽ എന്താണ്? അവരുടെ ബാധ്യതയാണ്. അപ്പോൾ വസിയത്ത് നല്ലൊരു സുന്നത്താണ്. അത് ഈ സംഭവത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? പിന്നെ അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? കാലല്ല, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും നീ നിൻ്റെ 2/3 കൊണ്ട് സ്വതക്ക കൊടുക്കാൻ വസിയത്ത് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നീ എന്ത് ചെയ്യണ്ട? 2/3 മുതലും എന്ത് ചെയ്യണ്ട? ധർമ്മത്തിന് വേണ്ടി നീ എന്ത് ചെയ്യണ്ട? വസിയത്ത് ചെയ്യണ്ട. എന്തങ്ങനെ പറയാൻ കാരണം? അപ്പോൾ ഇതുകൊണ്ടാണ് ദീനിൻ്റെ നിയമം. ഒരാൾക്ക് എന്താണ്? മരണം ആസന്നമായ രോഗത്തിൽ ഒരാൾക്ക് അയാളുടെ മുതൽ 1/3 വസിയത്ത് ചെയ്യാൻ പാടുള്ളൂ. 2/3 എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. പകുതി ചെയ്യാൻ പാടില്ല. എന്താണ്? അങ്ങനെ ഒരാൾ വസിയത്ത് ചെയ്താൽ ആ വസിയത്ത് എന്ത് ചെയ്യണ്ട? പൂർത്തീകരിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ നമുക്ക് 2/3 വസിയത്ത് ചെയ്യാം. എന്താണ്? അനന്തരാവകാശികൾക്ക് അതിൽ എന്തുണ്ടെങ്കിൽ, സമ്മതം ഉണ്ടെങ്കിൽ, കാരണം അവരെ പൊരുത്തം കൂടി ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചു, കൊൽത്തു. അപ്പോൾ നബിതങ്ങൾ എന്താ പറയുക? 2/3 വേണ്ട എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അപ്പോൾ കൊൽത്തു സഅദ് റളിയല്ലാഹു പറഞ്ഞു. അപ്പം ഞാൻ നബിയോട് ചോദിച്ചു, ഫശത്റു, എന്നാൽ ഞാൻ പകുതി കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഷത്ർ പറഞ്ഞ പകുതിയാണ്. നിസ്ഫ് എന്ന് പറഞ്ഞാൽ പകുതിയാണ് അല്ലേ? സാധാരണ നമ്മൾ നിസ്ഫ് എന്നാണ് കേൾക്കൽ. ഷത്റിന് കേൾക്കൽ കുറവായിരിക്കും അല്ലേ? ഷത്റും നിസ്ഫും തമ്മിൽ വ്യത്യാസം എന്താ? ഷത്ർ പറഞ്ഞാൽ പകുതിയാണ്, നിസ്ഫ് പറഞ്ഞാലും പകുതിയാണ്.
നിസ്ബാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരെ പകുതിയാവും, 50-50 വരും. ഏത് നിസ്ബ്. ശത്രാവുമ്പോൾ ഒരു ഭാഗം എന്നാണ്. ചിലപ്പോൾ എന്ത് ചെയ്യാം, പകുതി കൂടാം, ചിലപ്പോൾ പകുതി കുറയാം. ഒരു ഭാഗം കൊടുക്കട്ടെ എന്ന അർത്ഥവുമാകാം. അപ്പം ഇവിടെ ഉദ്ദേശിച്ചത് നേരെ പകുതി കൊടുക്കട്ടെ എന്നാണ്. ഞാൻ എൻ്റെ സ്വത്തിൻ്റെ നേരെ പകുതി ഞാൻ എന്ത് ചെയ്യട്ടെ, വസിയത്ത് ചെയ്യട്ടെ. ഫശത്രു യാ റസൂലല്ലാഹ്, അപ്പം ഞാൻ പകുതി കൊടുക്കട്ടെ നബിയെ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അതും പറ്റൂല എന്നാണ് അവർ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് ചെയ്യണ്ട, നിന്റെ മുതലിൻ്റെ പകുതിയും വസിയത്ത് ചെയ്യണ്ട എന്നാണ് പറഞ്ഞത്. കൊൽത്തു, അപ്പോൾ സയ്യിദ് റളിയല്ലാഹു പറയണേ, ഞാൻ വീണ്ടും ചോദിച്ചു, ഫസുലുസു യാ റസൂലല്ലാഹ്, എന്നാൽ എൻ്റെ മുതലിൻ്റെ 1/3 കൊടുക്കട്ടെ എന്ന് ആരോട് ചോദിച്ചു? റസൂലാണ് ചോദിച്ചു. 1/3. കാല, അപ്പം നബി തങ്ങൾ പറഞ്ഞു, അസുലുസ്, അതെ 1/3 നിനക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം, വസിയത്ത് ചെയ്യാം. അപ്പോൾ ഇതാണ് നിയമം. അപ്പം 1/1 നമ്മൾക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് എന്ത് ചെയ്യാം കേട്ടോ. വല്ലതും കൊടുക്കാൻ വിചാരിച്ചാൽ എന്ത് ചെയ്തോളി, ആരോഗ്യമുള്ള സമയത്ത് കൊടുത്തോളി, കുഴപ്പമില്ല. ആരോഗ്യമുള്ള സമയത്ത് കൊടുക്കാം. ഇതിങ്ങനെ അങ്ങോട്ട് പോകാൻ നേരത്തെ എന്ത് ചെയ്യണ്ട, ആ സമയത്ത് എന്ത് ചെയ്യും, മനുഷ്യന് ദാനധർമ്മം കൊടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ്, നല്ല വയറ് നിറച്ച് വെള്ളം കുടിച്ചവൻ ലാസ്റ്റ് എനിക്ക് വേണ്ടാറിട്ട് കൊടുക്കണ പോലെയാണ്. കാരണം എന്താ, ഇനിയൊക്കെ വയറ്റിക്ക് എന്തില്ല, വെള്ളം കയറൂല, അപ്പം എന്തേ വേറെ ഇനി ജീവി കുടിച്ചോ എന്ന് പറഞ്ഞ പോലെയാണെന്നാ. അപ്പോൾ വല്ലതും കൊടുക്കാൻ വിചാരിച്ചിരിക്കുന്ന ആരോഗ്യമുള്ള സമയത്ത് കൊടുത്തോളി, അപ്പം നമുക്ക് സ്വന്തം തീരുമാനിക്കാം. ഈ സമയങ്ങൾക്ക് അങ്ങനെ നമുക്കങ്ങനെ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്, ആ മുതൽ നമ്മളത് കൂടിയല്ല, മറ്റുള്ള അനന്തരാവകാശികൾക്ക് എന്താണ് പോകാനുള്ളതാണ്. അപ്പോൾ ഒരിക്കലും 1/1 ഒരു മുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ദാനധർമ്മം ചെയ്യാൻ, വസിയത്ത് ചെയ്യാൻ പാടില്ല. റസൂൽ പറയണേ, വസുൽസു കസീറുൻ, സുൽസ് ധാരാളമാണ്. ഔ കബീറുൻ, അല്ലെങ്കിൽ വലിയൊരു എമൗണ്ടാണ് സുൽസ് എന്ന് പറഞ്ഞാൽ തന്നെ. 1/1 തന്നെ അത്യാവശ്യം വലുതാണ്, ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ മനസ്സിലാകണത്, ഈ വസ് വെച്ചിട്ടാണ് നബിതങ്ങളുടെ ഈ വസുലുസു കസീറുൻ എന്ന നബിതങ്ങളുടെ ഈ പദം വാക്ക് വെച്ചിട്ടാണ് മഹാനായ ഇമാം ഷാഫി പറയുന്നത്. എന്താണ് പറയുന്നത്? അപ്പം മാക്സിമാണ് ഒരാൾ വസീയത്ത് ചെയ്യണമെങ്കിൽ അതിൻ്റെ മാക്സിമാണ് ഇത് 1/1 എന്ന് പറഞ്ഞാൽ ജായിസാണെന്നർത്ഥം. 1/1 കൊടുക്കൽ അനുമതിയാണ്. അഫ്ദലാണോ? അഫ്ദലല്ല. അഫ്ദൽ എന്താണ്? 1/1 കുറക്കലാണ്. 1/1 കുറക്കലാണ് ഏത്? അഫ്ദൽ. മാക്സിമം ഒരാൾക്ക് ഏതുവരെ കൊടുക്കാം? 1/1 വരെ കൊടുക്കാം. എന്താ പറഞ്ഞേ? ഹലോ, എന്താ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? വസുലുസു കസീറുൻ, അല്ലെങ്കിൽ ഔ കബീറും, അല്ലെങ്കിൽ അത് വലിയതാണ് എന്ന് പറയുണ്ടായി. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ 1/1 കൊടുക്കണ്ട എന്ന് പറയാനുള്ള കാരണം റസൂൽ പറയണം. എന്താ കാരണം? ഇന്നക ലൻ തുംഫിക് അല്ല ഇന്നക അൻ തദറ വറസതക, നീ തീർച്ചയായിട്ടും നീ ഒഴിവാക്കൽ അല്ലെങ്കിൽ വിട്ടേച്ച് പോകൽ നിന്റെ അനന്തരാവകാശികളെ അഗ്നിയാ സമ്പന്നരായിട്ട്, പണക്കാരായിട്ട്, അവർ അഭിവൃദ്ധിയുള്ളവരായിട്ട് നിന്റെ അനന്തരാവകാശികൾ, മക്കൾ, ഭാര്യ, അവരുടെ അനന്തരാവകാശികൾ, അവരെ നീ എന്ത് ചെയ്യുക? അവരെ ബാക്കിയാക്കി പോലാണ് ഹൈറുൻ, ഏറ്റവും ഉത്തമം, മിൻ അൻ തദറഹും, നീ അവരെ ഉപേക്ഷിക്കുന്നതിനേക്കാൾ ആലത്തിൻ ദരിദ്രരായി. നീ നിന്റെ അനന്തരാവകാശികളെ സമ്പന്നരായി നിർത്തിയിട നീ വിട പറഞ്ഞു പോലാണ്
നീ മരിച്ചിട്ട് അവരെന്ത് ചെയ്യുക, ദരിദ്രരായ അവരെ ബാക്കിയാക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഹൈർ അതാണ് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ ചില ആളുകൾ പറയും വാപ്പാക്ക് നല്ല മുഖത്തിലുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊന്നും കിട്ടിയില്ല എന്ന് മക്കളെന്താ പറയാൻ പാടില്ല, പറയേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ്, നമ്മൾ ഈ ഹദീസ് പഠിപ്പിക്കുന്നത് എന്താണ്, ബന്ധങ്ങൾ ചേർക്കുക, അടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, ഉപകാരം ചെയ്യുക, അവരോട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു അലിവും കൃപയും ഉണ്ടാവണം എന്നാണ്. നമ്മൾക്ക് നമ്മളെ അനന്തരവാസികളോട് നമുക്ക് എന്തുണ്ടാകണം, ഒരു സ്നേഹവും കൃപയും നമുക്ക് ഉണ്ടാകണം. അവർക്ക് നമ്മുടെ മുതലിൽ നിന്ന് എന്ത് ചെയ്യണം, ഉപകരിക്കണം. നമ്മുടെ മുതൽ ഉണ്ടായിട്ട് അവരെന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ നമ്മൾ മരിച്ച ശേഷം ആളുകൾക്കിടയിൽ എന്ത് ചെയ്യാൻ പാടില്ല, അവർ ജീവിക്കാൻ വേണ്ടി കൈ കാണിക്കാൻ പാടില്ല. അപ്പോൾ റസൂൽ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താ, നീ എന്ത് ചെയ്യണ്ട, അങ്ങനെ മൊത്തത്തിൽ എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് നിലക്ക് നിനക്ക് കൂലി കിട്ടാന്നുള്ള സംഗതി ഇവിടെ ഉണ്ട്. കാരണം എന്താണ്, നിന്റെ അനന്തരാവകാശികൾ ആരാണ്, സമ്പന്നരായി ജീവിക്കുകയാണ്. അപ്പോൾ അവരെന്തുണ്ട്, അവർ ജീവിക്കുന്നതിൻ്റെ കൂലി നിനക്ക് കിട്ടും. ഇല്ലെങ്കിലോ നീ മരിക്കുന്നില്ലെങ്കിലോ നിനക്ക് ഈ മുതലിൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പം എന്ത് ചെയ്യാം, അത് നിനക്ക് വേണമെങ്കിൽ ഭാവിയിൽ നിനക്ക് ഇനിയും സ്വതക്ക കൊടുക്കാം. അപ്പം എന്ത് ചെയ്യണ്ട, ഇപ്പം എല്ലാം കൂടി എന്ത് ചെയ്യണ്ട, വാരി വിളിച്ച് കൊടുക്കണ്ട എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. എന്നിട്ട് പറയണ യതകഫഫൂന നാസ, അനന്തരാവകാശികൾ എന്ത് ചെയ്യുക, ജനങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരായിട്ട് എന്ത് ചെയ്യുക, അനന്തരാവകാശികളെ മാറ്റുന്നൊരവസ്ഥ നീ ഉണ്ടാക്കരുത് എന്നാണ് പറഞ്ഞത്. തക്കഫഫ പറഞ്ഞാൽ എന്താ, കഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ കൈയാണ്, കൈ കാണിക്കുക. അയണിലാണ് യാചനക്ക് തക്കഫഫ എന്നാ പറയുക, യാചന, ആളോട് ചോദിക്കുക. അത് കഫ് എന്ന് പറയാൻ കാരണം തക്കഫഫ എന്നുള്ള പദം ഏതിൽ നിന്നാ, കഫിൽ നിന്നുള്ള കൈ. അപ്പം ആളുകളോട് എന്ത് ചെയ്യുക, ഇങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറ നിനക്ക് ശേഷം നിനക്ക് മുതലുണ്ടായിട്ട് നിൻ്റെ മക്കളോ നിൻ്റെ തലമുറയോ ആളുകളോട് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്, വളരെ മോശമാണ്. അങ്ങനെ ആക്കാതിരിക്കാൻ നല്ലത്, അത് നീ ഒഴിവാക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, നിൻ്റെ മുതലിൻ്റെ ചെറിയ ഒരു വിഹിതം മാത്രം നീ എന്ത് ചെയ്താൽ മതി, നീ സ്വതക്ക കൊടുത്താൽ മതി. അപ്പോൾ നീ നിനക്ക് വേണ്ടി ചിലവഴിക്കും. അനന്തരാവകാശികളെ സമ്പന്നരാക്കി ഉദ്ദേശിച്ചുകൊണ്ട് നീ മുതൽ അവർക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് എന്താണ്, അതും കൂലിയാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്, നെയ്യത്തുണ്ടെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞ വിഷയം ഇതാണ്, നെയ്യത്തുണ്ടെങ്കിൽ എനിക്ക് ഇതിനൊക്കെ കൂലി കിട്ടുന്ന, എന്നിട്ട് ബാക്കി റസൂലുള്ളാഹി പറയണം. നമ്മളിപ്പോൾ ഈ ഹദീസ് പറയാൻ കാരണം നെയ്യത്താണല്ലോ. ഞാൻ എൻ്റെ ബാക്കി കേട്ടോളൂ, ബാക്കി നബിതങ്ങൾ പറയും ഒക്കെ നെയ്യത്താണ് എന്ന് പറയുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൂലിക്ക് ചാൻസ് ഇല്ലാത്ത വിഷയത്തിൽ വരെ നെയ്യത്ത് കൊണ്ട് ഇത് കിട്ടും, കൂലി കിട്ടും. അതിനുള്ള ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി പറയാം. ഹദീസ് വായിച്ചു നോക്ക്, ഹദീസ് ശ്രദ്ധിച്ചു നോക്കി, ഭയങ്കര അതിശയാണ് ഹദീസ്. എന്താ പറയണേ, വൈന്നക്കലാൻ തുംഫിക്ക നഫക്കത്തൻ, തീർച്ചയായിട്ടും നീ ചെലവഴിക്കുന്ന ഓരോ ചെലവഴിക്കണം, തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് കേട്ടോ. അവിടെ പിന്നെ റസൂലുള്ളാഹിയുടെ കണ്ടീഷൻ ഉണ്ട്. നഫക്കത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും എന്താണെന്നറിയോ, നല്ല മാർഗത്തിൽ ചെലവഴിക്കണതിനാണ് അറബി ഭാഷയിൽ ഏത് പറയാ, നഫക്കത്ത് എന്ന് പറയാം. നല്ല മാർഗത്തിൽ ചെലവഴിക്കാം. ഖുർആനിൽ എവിടെയുള്ള ആയത്തെടുത്തൊക്കെ വേണ്ടി വൈംഫിക്കൂന അല്ലേ, അമിമാ റസഖനാവും യുംഫിക്കൂൻ, എല്ലായിടത്തും ഇംഫാക്കാണ് പറയുന്നത്. ഇംഫാക്കാറിന് എന്താ, ചിലവാക്കാന്നല്ല. പക്ഷെ നല്ല മാർഗത്തിൽ ചിലവഴിക്കാനാണ് ഏത് പറയില്ലേ, ഇംഫാക്ക് എന്ന് പറയാം. മറ്റേന് ഹുസ്ന, ഗുണം ചെയ്യുക, കൊടുക്കുക, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ഇംഫാക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നല്ല മാർഗത്തിൽ ചിലവഴിക്കലാണ്. തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ ആഗ്രഹിച്ചുകൊണ്ട് നീ എന്ത് ചെലവഴിക്കുന്നുണ്ടോ ഇല്ലാ ഉജിർത അലൈഹ, അതിന് തീർച്ചയായിട്ടും നിനക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. ഞാൻ കേൾക്കേണ്ടത് കേട്ടോ, ഇനി ശ്രദ്ധിക്കാം. ഇനി റസൂലുള്ളാഹിന്റെ ഒരു പദത്തിൻ്റെ, നമ്മൾ കേട്ട ഹദീസാണ്, എന്നാൽ ആ പദത്തിൻ്റെ പ്രയോഗം ഞാൻ പറയാം കേട്ടോ. എന്താ പറയണേ, ശ്രദ്ധിച്ചു നോക്കൂ. ഹത്താമാ തജലു ഫി ഇംറതിക, ഹത്താമാ തജലു ഫി ഇംറതിക, രണ്ട് ഫീ ഉണ്ട് അവിടെ. അത്താമാ തജലു ഫി ഇംറതിക, ഫി ആദ്യത്തെ ഫി ലർഫിൻ്റെ ഫി എന്ന് പറഞ്ഞാൽ അതിൽ എന്നർത്ഥം. രണ്ടാമത്തെ ഫി അർത്ഥം എന്താ, വായാണ്.
ഫം എന്നുള്ള അർത്ഥമാണ് വായ. അപ്പം നീ നിൻ്റെ ഭാര്യയുടെ നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അതിന് പോലും എന്തുണ്ട്, നിനക്ക് കൂലിയുണ്ട്. എന്താ റസൂൽ അങ്ങനെ പറയാൻ കേട്ടോ? ഞങ്ങൾക്ക് മനസ്സിലായത്, നീ നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന അതിന് പോലും എന്തുണ്ട്, നിനക്ക് കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ എന്താണത്? എന്താ അങ്ങനെ പറയാൻ കാരണം? വേറെ എന്തെല്ലാം പറയാമല്ലോ, പലതും പറഞ്ഞൂടെ. നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്നതിന് കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ നിൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലേ? നിൻ്റെ ഭാര്യയ്ക്ക് നീ ഭക്ഷണം കൊടുക്കുന്നതിന് കൂലിയുണ്ട് എന്ന് പറഞ്ഞൂടെ? നിൻ്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്നതിന് നിനക്ക് കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് നബി അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എന്താ പറയും? അങ്ങനെ ഒരാൾ ഭക്ഷണം ഇറട്ടി ഒരാളങ്ങനെ ഭക്ഷണം ഇറട്ടിയാണ്ട് പെണ്ണുങ്ങളെ വായിൽ വെച്ചു കൊടുക്കണമെന്നല്ല, അതൊക്കെ ഒരു തമാശയാണ് അല്ലേ? അതൊരു ഇബാദത്താണോ? അല്ലെങ്കിൽ ഉഖ്റവിയ കാര്യത്തിൽപ്പെട്ടാണോ ഒരാൾ പെണ്ണുങ്ങളെ ഭക്ഷണം ഇറട്ടിയാണ് പെണ്ണുങ്ങളെ വായിൽ വെച്ചു കൊടുക്കുക? അതൊരു തേനപ്പോക്കാണ്, തമാശ, ഒരു കളിയാണ്. ഇബാദത്തുമായിട്ട് ഒരു കണക്ഷൻ എന്തില്ല, അതിനില്ല. ആഖിറത്തിന്റെ കാര്യമേ അല്ല. പക്ഷെ എന്നാലും എന്താണ്, നീ അള്ളാഹുവിൻ്റെ വജ്ജ് ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ അതിന് പോലും എന്തുണ്ട്, കൂലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് അവിടെ നീയത്താണ്, നീയത്തിൻ്റെ ആ സീരിയസ് ആണ് പറയുന്നത്. ഒരാൾ അയാളുടെ പെണ്ണുങ്ങളെ വായക്ക് വെച്ചു കൊടുക്കുന്നത് എന്താണ്, അതൊന്നും ഇബാദത്തൊന്നല്ല, അതിന് കൂലൊന്നുള്ള വിഷയമല്ല. പക്ഷെ അതുപോലും എന്താണ്, നെയ്യത്ത് കൊണ്ട് നിങ്ങൾക്ക് ഏതാക്കാൻ പറ്റും, കൂലിയാക്കാം. അപ്പം ഏത് അനുവദീയമായ സംഗതിയും ഏത് മുബാഹായ സംഗതിയും നെയ്യത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഇബാദത്താക്കി മാറ്റാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ നിസ്സാരമായി സംഭവിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞാണ്. അതാണ് അതിൻ്റെ പാഠം. എല്ലാ പെണ്ണുങ്ങളെ വായിക്ക് വെച്ചു കൊടുക്കുന്നത് വലിയ സംഭവമായിട്ട് പറയല്ല, അത് വെച്ചു കൊടുക്കാം, അതല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അത്രയും നിസ്സാരമായ ഒരു തമാശയായ വിഷയത്തിൽ പോലും എന്താണ്, നിനക്ക് നീയത്തുണ്ടെങ്കിൽ കൂലി കിട്ടുമെന്ന് പറയുമ്പോൾ നീ ചെയ്യുന്ന എല്ലാ അനുവദിച്ച വിഷയത്തിനും എന്തുണ്ട്, നിനക്ക് നീയത്തുണ്ടെങ്കിൽ കൂലി കിട്ടും. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കണേ എനിക്ക് കൂലി കിട്ടും. ഭക്ഷണം കഴിക്കണതിൻ്റെ മുബാഹാണ്, എനിക്ക് അനുവദിച്ച സംഗതിയാണ്. പക്ഷെ അത് ഞാൻ ആരോഗ്യത്തിനോട് വിഭാഗത്തിനോട് എനിക്ക് കൂലി കിട്ടും. ഉറങ്ങണത് എന്താണ്, എനിക്ക് അനുമതിയാണ്, പക്ഷെ ഞാൻ ഉറങ്ങുന്നത് എൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് ശരീരത്തിന് ആഫിയത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ ഭാഗത്തെടുക്കണം. അപ്പം എല്ലാത്തിലും എന്തുണ്ട്, അള്ളാഹുമായി കണക്ട് ചെയ്താൽ ഏത് അനുവദീയമായ സംഗതി എന്നിട്ടും ഫുള്ള് കൂലിയാണ്. ജോലി എടുക്കുന്ന മുഴുവൻ കൂലിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ഭാഗത്തല്ലാത്ത ഒരു സംഗതി ഉണ്ടാവില്ല. ഇത് മുഴുവൻ നിർണ്ണയിക്കുന്ന ഏതാണ്, നമ്മുടെ നിയന്ത്രണം. അപ്പം അതിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത വെറും തമാശയുടെ ഏരിയയിൽ വേണ്ടി മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഭാര്യ അസുഖമായിട്ട് വെച്ചു കൊടുക്കണമെങ്കിൽ പിന്നെ അതേ ഭാഗത്താണ്. ഇതല്ലല്ലോ, വെറും തമാശയുടെ ഭാഗമായി ചെയ്യുന്ന ഒരു ഏർപ്പാട് പോലും ഇബാദത്താവും എന്ന് റസൂൽ പറയുന്നത് എന്താ, അത്രയും എന്താണ് നമുക്ക് നിയ്യത്ത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് കൂലി കരസ്ഥമാക്കാം. അല്ലാഹു തആല സഹായിക്കട്ടെ. കാല അങ്ങനെ റസൂൽ പറഞ്ഞ് സയ്യിദ് റളിയല്ലാഹു ഇരിക്കുകയാണ്, രോഗിയായി കിടക്കുകയാണ്. ഇനി റസൂൽ ചോദിക്കുകയാണ്, ഫഖുൽതു യാ റസൂലല്ലാഹ് ഉഖല്ലഫു ബഅദ അസ്ഹാബി, നബിയെ എൻ്റെ ഒപ്പുള്ള ആളുകളൊക്കെ എന്നെ ഇവിടെ ആക്കിയിട്ട് നിങ്ങളൊക്കെ മദീനയിലേക്ക് പോകുമോ? ഞാനിപ്പോൾ രോഗിയായി ഇവിടെ മക്കത്ത് കിടക്കല്ലേ, നിങ്ങളെല്ലാവരും കൂടി എന്നെ ഒഴിവാക്കി പോവോ? ഞാൻ ഇവിടുത്തേലൊക്കെ എടുക്കോ എന്ന് ആരോട് ചോദിക്കുകയാണ്? റസൂലുള്ളാഹി ചോദിക്കണം. എന്തുകൊണ്ടാണ് സയ്യിദ് റളിയല്ലാഹു അങ്ങനെ ചോദിക്കാൻ കാരണം? അതിലൊക്കെ പാടുണ്ട്. എന്തുകൊണ്ടാ? അദ്ദേഹം മുഹാജിറാണ്. മദീനയിലേക്ക് കഷ്ടപ്പെട്ട് ഹിജറ പോയി രണ്ടാമത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇനിയും മക്കത്തന്നെ വന്ന് കിടക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മരണപ്പെട്ടാൽ എന്താണ്, ഞാൻ മുഹാജിറാവുന്ന ആ സ്ഥാനം എനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ നമ്മളെന്ത് മനസ്സിലാക്കണം, നമുക്ക് എന്താ പാടോ? ഹിജറിൻ്റെ മുമ്പുള്ള അവസ്ഥ പറഞ്ഞാൽ
ഹിജ്റയുടെ ശേഷമുള്ള അവസ്ഥയിൽ രണ്ട് വ്യത്യാസമുണ്ട്. നമ്മൾ പറഞ്ഞു ജാഹിലിയ കാലഘട്ടം എന്ന് പറഞ്ഞല്ലോ, ചില ആൾക്ക് എൻ്റെ പഴയ ജാഹിലിയ കാലഘട്ടം എന്ന് അറിയുമല്ലോ, അതെൻ്റെ മോശം കാലഘട്ടം അങ്ങനെ പറയലുണ്ടല്ലേ. അതുപോലെ ഒരു കാലഘട്ടത്തെ ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പം എന്താണ് ഈ മഹാനോട് ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്? എന്താ? നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകൽ ഈമാനുള്ള ആളെ സംബന്ധിച്ച് എന്താണ് ഒരു ഭയപ്പെടേണ്ട വിഷയമാണ്. നമ്മൾ പണ്ട് ചെയ്ത തെറ്റുണ്ടല്ലോ, ഇനി അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല, പോകാൻ പാടില്ല. നമ്മൾ ഏതൊക്കെ തിന്മയിൽ നിന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടോ വീണ്ടും അങ്ങനെ തന്നെ പോകാമെന്നുള്ളത് എന്താണ്? നമുക്ക് ഉൾക്കൊള്ളാൻ പാടില്ല, വിശ്വാസിക്കത് ഉൾക്കൊള്ളാൻ പാടില്ല. അത് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ് പ്രയാസമാവണം. പണ്ട് ചെയ്ത ആ സംഭവം അതിലേക്ക് ഇനി ഞാൻ പോകാമെന്നുള്ളത് എന്താണ്? അതൊരു വിശ്വാസിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതിയാണ്. അപ്പം ഹിജ്റ എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയിലൊക്കെ മാറി. ഇനി ഞാൻ ഹിജ്റയുടെ ശേഷം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് ഞാൻ പോവോ എന്ന ഭയം ആർക്കുണ്ടായി? സയ്യിദ് റളിയല്ലാഹുണ്ടായി. പക്ഷെ അദ്ദേഹം രോഗിയാണ്. മക്കയിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ അവിടെ നിന്നാലും നിനക്ക് നീയത്തുണ്ടെങ്കിൽ കൂലി കിട്ടുമെന്ന് റസൂൽ അദ്ദേഹത്തെ സമാധാനിപ്പിക്കണം. റസൂൽ പറയണ കാല നബി തങ്ങൾ പറഞ്ഞു, ഇന്നക ലൻ തുഖല്ലഫ, നിന്നെ ഇവിടെ തന്നെ ബാക്കിയാക്കിപ്പോയി. ഫതഅമല അമലൻ, അങ്ങനെ നീ എന്ത് ചെയ്തു? നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു. തബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നീ ഇവിടെ നിന്ന് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഇല്ലസ്തത ബിഹി ദറജ വറിഫ, അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജയും സ്ഥാനങ്ങളും കൂടിക്കിട്ടുട്ടോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? നീ മക്കയിൽ തന്നെ നീ മരണപ്പെട്ടാലും ഇവിടെ എന്താണ്? നീ അള്ളാഹുവിൻ്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഭാഗത്ത് എടുക്കുകയാണെങ്കിൽ നിനക്ക് എന്ത് കിട്ടും? നിൻ്റെ ദറജയും കൂടും, സ്ഥാനങ്ങളും കൂടും. ദറജത്തും വരിഫ എന്ന് പറഞ്ഞാൽ എന്താ? ദറജത്തും റിഫത്തും തമ്മിലെ വ്യത്യാസം. ദറജ റിഫ അല്ലേ, നമ്മളില്ലേ വർഫൈനി എന്ന് പറയുന്നില്ലേ, ഇടയിലത്തയാത്തിൽ ഇടയിലിരുത്തത്തിൽ ഇല്ലേ വർഫൈനി എന്ന് പറയുന്നില്ലേ, അതെന്താ? റിഫത്താണ്, ദറജ. അപ്പം നിന്റെ ദറജയും റിഫത്തും ഉയർത്തി കിട്ടുമെന്ന് പറഞ്ഞത്. എന്താ ദറജയും റിഫത്തും തമ്മിൽ വ്യത്യാസം? ദറജ പറഞ്ഞാൽ എന്താ? പദവി, സ്ഥാനം. അള്ളാഹുവിൻ്റെ അടിമ മരണപ്പെട്ടാൽ സ്വർഗത്തിൽ അള്ളാഹു താല അടിമക്ക് കൊടുക്കുന്ന ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ആ ഓരോ സ്ഥാനത്തിനും എന്തുണ്ട്? ദറജ എന്നാണ് പറയുക. അപ്പം സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ അടിമക്ക് കൂടുന്ന പദവികളാണ് ഏതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദറജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ അടിമയെ അള്ളാഹു താല സ്വീകരിക്കുമ്പോൾ ആത്മീയമായ അള്ളാഹുവിലേക്കുള്ള അവൻ്റെ ആത്മീയമായ അള്ളാഹുവിൻ്റെ അംഗീകാരമാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധ സാന്നിധ്യത്തിലേക്ക് അള്ളാഹു താല അവനെ സ്വീകരിക്കലാണ് ഏത്? റിഫത്ത് എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ തന്നെ കിട്ടുന്ന സംഗതിയാണ്. ആത്മീയമായ എന്ത് ചെയ്യും? നമുക്ക് വളർച്ച കിട്ടും. അപ്പോൾ രണ്ട് സംഗതിയാണ് നമുക്ക് കിട്ടുക ഇബാദത്ത് വഴി. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഇബാദത്ത് വഴി രണ്ട് സംഗതി കിട്ടുക. ഒന്ന്, നമുക്ക് ആത്മീയമായ പരിശുദ്ധ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യാം? കിട്ടും. നാളെ ആഖിറത്തിൽ എന്ത് ചെയ്യും? സ്വർഗത്തിൽ സ്ഥാനങ്ങളും കിട്ടും. അള്ളാഹുവിന്റെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പം നബി തങ്ങൾ എന്താ പറയുക? നീ നല്ല നെയ്യത്ത് വെച്ച് ഇബാദത്ത് നിനക്കൊന്ന് നീ എവിടെ മരണപ്പെട്ടു അതൊന്നും എന്തായാലും വേസ്റ്റ് ആവില്ല. അപ്പം നെയ്യത്തുണ്ടെങ്കിൽ നമ്മൾ എവിടെ മരണപ്പെട്ടാലും എന്തില്ല, പ്രശ്നമില്ല. നമ്മൾ അവിശ്വാസികളുടെ കൂട്ടത്തിൽ പോയി മരിച്ചാലും നാളെ മനുഷ്യരിൽ സ്വർഗത്തിലെത്താം. സ്വർഗത്തിൽ വിശ്വാസികളുടെ കൂട്ടത്തിലായിരുന്നു നമ്മളുണ്ടാവുക. മോശമായി നടന്ന് ഇനി ഔലിയാക്കളുടെ അടിയിൽ കിടന്ന് മരിച്ചാലും നാളെ പരലോകത്തോടെ ഉണ്ടാവുക തെമ്മാടികളുടെ കൂട്ടത്തിലായിരിക്കും. കാരണം എന്താ? നെയ്യത്ത് അത് നന്നായില്ലെങ്കിൽ ഒന്നും നന്നായിട്ട് കാര്യമില്ല. പക്ഷേ ഇനി ഞാൻ നിർത്തോട്ടെ. നിബിധങ്ങളെ മോചിതത്തെ ഇവിടെ പറയാണ്. എന്നാലും റസൂൽ പറഞ്ഞെന്താ? അപ്പം സയ്യിദ് റളിയല്ലാഹുവിന് തന്നെ തോന്നിയിട്ടുണ്ട് താൻ മരണപ്പെടും തോന്നുന്ന അത്രയും വലിയ സീരിയസ് രോഗത്തിലാണ് സയ്യിദ് റളിയല്ലാഹു ഉണ്ടായിരുന്നത്. എന്നിട്ട് റസൂൽ പറഞ്ഞ വാക്കെന്താ അറിയോ? സയ്യിദ്, ഈ രോഗത്തിൽ നീ മരിക്കൂടും. അതാണ് സൂചിപ്പിക്കുന്നത്. സംഗതി ഇതുവരെ വസിയത്തും കാര്യമൊക്കെ പറഞ്ഞെങ്കിലും തൽക്കാലം ഈ രോഗത്തിൽ മരിക്കാൻ പോണില്ല. അതൊക്കെ പറയാൻ ആർക്കാ കഴിയുക?
സക്കറാത്തിൻ്റെ ആൾക്ക് എടുത്തിട്ടാണ് ഇത് ചോദിക്കണത്. രോഗം മുറിച്ച സമയത്ത് കിടക്കുന്ന ആളോട് പറയണത് ഈ രോഗത്തിൽ നീ മരിക്കൂല. അതാർക്കാ പറയാൻ കഴിയുക? അള്ളാഹുവിന് നൂറുള്ള ആൾക്കല്ലാതെ. അതാണ് നബിതങ്ങൾ. ബാക്കി കേട്ടോളൂ. വല അല്ലക്ക അൻ തുഖല്ലഫ, നബി സഹദേ നീ പിന്തിക്കപ്പെടാം, നിനക്ക് ആയുസ് നീട്ടിക്കിട്ടാം. തുഖല്ലഫ ഉദ്ദേശിക്കുന്നതാണ്. അല്ല മദീനയിൽ പക്കത്ത് ബാക്കി പോകുന്നതല്ല. നിനക്ക് ഇനിയും സമയം, നിന്റെ ആയുസ് ഒരുപാട് നീട്ടിക്കിട്ടാം. ഹത്താ യന്തഫിയ ബിക അഖ്വാം, എന്നിട്ട് എന്നെ കൊണ്ട് ഒരു സമൂഹത്തിന് ഉപകാരം കിട്ടും. വയലുറുബിക്ക ആഖറീന, നിന്നെ കൊണ്ട് ചില സമൂഹത്തിന് നടപടികളും കിട്ടും, പണിഷ്മെന്റും കിട്ടും. അതുകൊണ്ട് സാധന നീ ഈ ലോകത്തിൽ എന്താവില്ല. അതിനർത്ഥം എന്താ? ഈ ലോകത്തിൽ നീ മരിക്കൂലെന്ന്. അങ്ങനെ ഉണ്ടായത്. ലാസ്റ്റ് എന്ത്, നബിതങ്ങളുടെ കാലം കഴിഞ്ഞ് ഖുലഫായ കാലങ്ങളൊക്കെ വന്ന് അവസാനം ഇറാഖ് വിപ്ലവത്തിൽ ഇറാഖിലേക്കുള്ള യുദ്ധം നയിക്കുന്ന കൂട്ടത്തിൽ അതിലെ നേതാവായ സഅദുല്ലാഹിന് പോയി. അങ്ങനെ ഇറാഖ് എന്ത് ചെയ്തു? ഇറാഖ് ഏറ്റെടുത്തു, അവിടെ നീതി നടപ്പാക്കി. അങ്ങനെ ഇറാഖിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സഅദുല്ലാഹിന് കാരണക്കാരനായി. അദ്ദേഹം ലാസ്റ്റാണ് മരണപ്പെട്ടത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണ്? ഒരിക്കലും ആ രോഗത്തിൽ മഹാനവർ എന്ത് ചെയ്തില്ല, മരണപ്പെട്ടില്ല. റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥനയാണ്, അസ്ഹാബി ഹിജറത്തും, അള്ളാഹുവെ എൻ്റെ സഹാബികളുടെ ഹിജറ നീ പൂർത്തിയാക്കി കൊടുക്കുക എന്നാണ്. ആ പ്രാർത്ഥന അള്ളാഹു തആല സ്വീകരിച്ചു. സഅദുല്ലാഹിന്റെ രോഗം മാറി വീണ്ടും എവിടേക്കിന് പോയി? മദീനയിലേക്ക് പോയി. റസൂലുള്ളാഹിണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നു അല്ലേ? നമ്മളെല്ലാ കാര്യത്തിലും ഒരു പരിഹാരിയായിരുന്നു. നബിയോട് ദ്വാരിപ്പിക്കാമായിരുന്നു. ഇപ്പോഴും നമ്മളെ കൂടെ റസൂലുള്ളാഹിണ്ട്. അള്ളാഹു തആല നന്നാക്കി തരട്ടെ. വലാ തറുദ്ദും വലാ അഖാബിയും, വീണ്ടും അവരെ റിവേഴ്സിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരല്ലേ പഠിച്ചോനെ എന്ന് റസൂലുള്ളാഹി വരുന്നു. എന്നിട്ട് ഒരു സംഭവം പറയട്ടോ റസൂലുള്ളാഹി, ഞാൻ നിർത്തിയിട്ടോ. റസൂലുള്ളാഹി പറയണേ ലാക്കിന്നൽ ബായിസ സഅദ് ഇബ്നു ഖൗല, പക്ഷെ സഅദ് ഇബ്നു ഖൗല എന്ന് പറഞ്ഞ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദരിദ്രനായിപ്പോയി എന്നാണ്. ബായിസ് പറഞ്ഞാൽ എന്താണ്? ആത്മീയമായ ദരിദ്രം, ഭയങ്കര ദരിദ്രനായിപ്പോയി. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് പ്രതിഫലം വളരെ കുറഞ്ഞു പോയി. സഅദ് ഇബ്നു ഖൗല പാവം എന്ന് ഇർത്തിലഹു, അദ്ദേഹത്തിന് വേണ്ടി അനുശോചനം നടത്തുന്നു. എന്ന് ക്രിഫയുടെ പാവം സഅദ് ഇബ്നു ഖൗല എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ പറയണം. എന്താ പറയാൻ കാരണം എന്നറിയോ? റസൂലുള്ളാഹിയുടെ കാലത്ത് ഒരു സഹാബി ഉണ്ടായിരുന്നു, സഅദ് ഇബ്നു ഖൗല എന്ന് പറഞ്ഞ സഹാബിയാണ്. അദ്ദേഹത്തിന് പ്രതിഫലം വളരെ കുറയാനുള്ള കാരണം എന്താണ്? അദ്ദേഹം എന്ത് ചെയ്തില്ല, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയില്ല. ചിലപ്പോൾ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി, പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും മക്കയിലേക്ക് തന്നെ തിരിച്ചു വന്നു. പിന്നെ മദീനയിലേക്ക് പോകാൻ എന്ത് ചെയ്തില്ല, അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെ എന്ത് ചെയ്തു, മക്കയിൽ തന്നെ മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിക്ക് അദ്ദേഹത്തിനോട് വെറുപ്പൊന്നുമില്ല. പക്ഷെ റസൂലുള്ളാഹി പറയാണ് പാവം സഅദ്, അദ്ദേഹത്തിന് എന്ത് ചെയ്യും, അദ്ദേഹം വളരെ ദരിദ്രനായിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഹിജ്റ എത്രയുടെ നേട്ടം കൈവരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പം അതിൻ്റെ കൂടെ ആ വിഷയം പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഞാൻ പറയുന്നത് എന്താണ്, മഹാനായ സഹാബിയോട് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ജീവിതത്തിൽ നീയത്തുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മേഖലയും വിജയം കരസ്ഥമാക്കാൻ കഴിയും. മാത്രമല്ല നെയ്യത്ത് എന്നുള്ള എല്ലാത്തിനും നെയ്യത്ത് വെക്കണം എന്നല്ല, ഒരു കസത്, ഓരോന്നിനും ഒരു കസത്. ഒരാൾ സംസാരിക്കുമ്പോൾ, അയാൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ സന്ദർശിക്കുമ്പോൾ അയാൾക്ക് സന്തോഷം ഉണ്ടാകും. ഒരാൾ നല്ല വാക്ക് പറയുമ്പോൾ പോലും അയാൾക്ക് സന്തോഷം കിട്ടാൻ. അപ്പോൾ ഏതിലും അള്ളാഹുമായി കണക്ട് ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ ഓരോ ചലനങ്ങളും എന്താണ്, ഇബാദത്താണ്, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ മർമ്മമാണ് നിയത്ത് എന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹു തആല നമ്മുടെ ജീവിതം മുഴുവൻ നന്നാക്കി തരട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടെ എല്ലാം സ്വയം അമലാക്കി സ്വീകരിക്കട്ടെ. നന്മ പ്രവർത്തിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ.